അനുമോൾ ഈ സീസണിൽ അവിടെ കാഴ്ചവെച്ച ഒരു പോസിറ്റീവ് ഗെയിം, ഒറ്റ പോസിറ്റീവ് ഗെയിം നിങ്ങൾ പറഞ്ഞാൽ മതി. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആള്. ഞാൻ അനുമോളുടെ ഗെയിമിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കത് താല്പര്യമില്ല. കാരണം അനുമോളെ പോലെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഗെയിം കളിച്ച് ടൈറ്റിൽ വിന്നറായി PR കൊടുത്ത ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇപ്പോൾ സീസൺ 1 സാബുച്ചേട്ടൻ എടുക്കാം. എത്രയോ പുള്ളിക്ക് എടുത്തു പറയാനായിട്ട് എത്രയോ മികച്ച ഗെയിം ഉണ്ട് അവിടെ, എത്രയോ നല്ല നല്ല സന്ദർഭങ്ങൾ ഉണ്ട് അവിടെ. മണിക്കൂട്ടനെ എടുത്തോ, ദിൽഷേനെ എടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോ നമ്മുടെ അഖിൽ മാരാറിനെ എടുത്തോ. മാരാരൊക്കെ എത്രയോ നല്ല സ്ട്രാറ്റജീസ്, എത്രയോ നല്ല ടോക്കുകൾ അവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊള്ളാം എന്ന് നമുക്ക് തോന്നുന്ന എത്ര കാര്യങ്ങൾ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അനുമോളിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് അങ്ങനെ അനുമോൾ ചെയ്തു വെച്ചൊരു കാര്യം? ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയുമായിരിക്കും അനുമോൾ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്തു, അനുമോൾ അവിടെ പിടിച്ചു നിന്നില്ലേ? നോ, നെവർ. അനുമോളുടെ PR ആയിട്ടുള്ള ഡിസ്കഷനിൽ ഓൾറെഡി സ്ട്രാറ്റജീസിൽ ഒന്നായിരുന്നു ഈ പ്ലാച്ചി പാവ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് അവരെ കൊണ്ട് ടാർഗറ്റ് ചെയ്യിപ്പിക്കണം, കരയണം, സെന്റിമെന്റ്സ് പറയണം. അനുമോളുടെ സെന്റിമെന്റ്സ് എല്ലാവരും കൂടെ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നു. ആ ടാർഗറ്റ് ചെയ്യാനായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാക്കിയെടുത്തവരാണ് അനുമോളാണ്. അനുമോൾ ആരിനെ പറ്റി വൃത്തിയോട് പറയുന്നു, ജിസേലിനെ പറ്റി വൃത്തിയോട് പറയുന്നു, അക്ബറിനെ പറ്റി വൃത്തിയോട് പറയുന്നു. കൂടെ നിന്ന ആൾക്കാർ ഒരു ഹ്യൂമൻ ക്യാമറയായിട്ട് ഉപയോഗിച്ച് അവരുടെ അടുത്ത് കുറെ കുശുമ്പും കുന്നായ്മയും പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഇത് പറയിപ്പിച്ച് അനുമോൾ കൈ കഴുകുന്നു. അവിടെ പോയിട്ട് ആരിനായിട്ട് ലവ് ട്രാക്ക് ആദ്യം ഫേക്ക് ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് ആദ്യം നോക്കുന്നു, പ്രവീണുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി നോക്കുന്നു, അനീഷുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി നോക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പിലാത്തോസ് കൈ കഴുകി അനുമോൾ മാറി നിൽക്കുമ്പോൾ അനുമോൾ കാരണം ബിൻസിക്കുണ്ടായ ബുദ്ധിമുട്ട്, അപ്പാന് സ്ഥലത്തുണ്ടായ ബുദ്ധിമുട്ട്, ഈ ബുദ്ധിമുട്ടുകളാണ് അവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് അവർ വന്നിട്ട് ആരും തന്നെ അനുമോൾ വിന്നർ ആകണ്ടെന്ന് മനഃപൂർവ്വം ചിന്തിച്ച് കുശുമ്പ് കൊണ്ട് വന്നൊന്നുമല്ല. പ്രേക്ഷകർക്ക് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും അനുമോൾ വിന്നറായി, അതുകൊണ്ട് ചിലപ്പോൾ അവർ കുശുമ്പ് കൊണ്ട് പറഞ്ഞതായിരിക്കാം. എല്ലാവരും ധാരണ അതാണ്, ഒരു വിന്നർ ആയി കഴിഞ്ഞാൽ ആ വിന്നറിനെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അത് കുശുമ്പ്